ഇതൊരു ഫാമിലി ഫൺ മൂവിയാണ്. ഇതിൽ കുട്ടികൾക്ക് പ്രാധാന്യമുണ്ട്, പ്രകൃതിക്ക് പ്രാധാന്യമുണ്ട്, സാഹസികതയ്ക്ക് പ്രാധാന്യമുണ്ട്. ആദ്യമായൊരു സിനിമ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യസ്തമായ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, സാഹസികതയും നമ്മുടെ കേരളത്തിൻ്റെ ഭംഗിയൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ബ്ലാക്ക് ഫോറസ്റ്റ് എന്നുള്ള ഈ ചിത്രം തുടങ്ങുവാൻ കാരണം. മലയാളികൾ എന്നും ഓർമ്മിക്കുന്ന പത്മരാജൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ജോഷി മാത്യുവിനെ കൊണ്ട്, എൻ്റെ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം, ഈ പടം ചെയ്യിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തന്നെ ഈ പടത്തിൻ്റെ ഡയറക്ടറായിട്ട് ഞാൻ നിർദ്ദേശിച്ചത്. ഇതിൽ മനോജ് കെ ജയനും മീരാനന്ദനെയും ഒക്കെ അവരുടെ ധാരാളം പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ അതിലഭിനയിക്കുന്ന കുട്ടികൾ, എനിക്ക് തോന്നുന്നു ഈ ചിത്രം നമ്മുടെ കുട്ടികൾ കാണുകയാണെങ്കിൽ ഈ കുട്ടികൾ ഒരിക്കലും മറക്കില്ല. അത്ര വ്യത്യസ്തമായ രീതിയിലാണ്, നല്ല കഴിവോടുകൂടിയാണ് കുട്ടികളെല്ലാം അഭിനയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ മലയാള സിനിമ ഇന്നേവരെ കാണാത്തതായ കേരളത്തിൻ്റെ അത്ര മനോഹരമായ പ്രകൃതി ഭംഗി ഈ സിനിമയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില ലൊക്കേഷൻസൊക്കെ ഇന്നേ വരെ ഒരു സിനിമയും, മലയാള സിനിമയോ മറ്റ് ഒരു സിനിമയും ഷൂട്ട് ചെയ്യാത്ത സ്ഥലങ്ങളിൽ പോലും വളരെ റിസ്ക് എടുത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ പോലും ഇത്ര മനോഹരമായ ചില സ്ഥലങ്ങളൊക്കെ കേരളത്തിലുണ്ട്, ഇതുപോലെയുള്ള ചില ഹിൽസൊക്കെ കേരളത്തിലുണ്ട് എന്ന് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും, ഈ ചിത്രത്തിലൂടെ ആയിരിക്കും ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് സാധാരണ ലൊക്കേഷനിൽ പോകുമ്പോൾ ഞാൻ ആദ്യം ചെയ്യാറുള്ളത് അടുത്തുള്ള നാട്ടുകാരെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് മനോഹരമായ സ്ഥലം ഏതെങ്കിലും ഇനിയും കാണാനുണ്ടോ, കിട്ടാനുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച്, അത് കാണാനുള്ള ആഗ്രഹം കൊണ്ടും പിന്നെ അതെങ്ങനെയും ടൂറിസം മേഖലയ്ക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള ആഗ്രഹം കൊണ്ടും ഞാൻ കാണാൻ പോവുകയാണ് എൻ്റെ പ്രധാന ജോലി. ഈ സിനിമയുടെ മറ്റൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറമാനാണ്. ക്യാമറമാൻ സുരേഷാണ്. അദ്ദേഹം കൽക്കട്ടയിലെ സത്യജിത്ര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഈ ചിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി ഈ പടം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിന് ഒരുപക്ഷെ കാലത്ത് കിട്ടാൻ പോകുന്ന വലിയൊരു സംഭാവനയായിരിക്കും അദ്ദേഹം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത്ര കഴിവുള്ള ഒരു ക്യാമറമാനാണ് അദ്ദേഹം. ഒറ്റ ഷെഡ്യൂളിലായിട്ടാണ് ഈ ചിത്രം പൂർത്തിയാക്കുന്നത്. പീരുമേട്, വണ്ടിപ്പെരിയാർ, പരുത്തിപ്പാറ, രാമക്കൽമേട്, തേക്കടി തുടങ്ങിയ വളരെ മനോഹരമായ ഗവി, സത്രം, ഇങ്ങനെയൊക്കെയുള്ള വളരെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. ചില സീൻസ് തിരുവനന്തപുരത്തും മറ്റു ചില ഭാഗങ്ങളിലുമുണ്ട്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടിക്കാനത്താണ്. എൻ്റെ ഡിസ്ട്രിക്റ്റിലാണ്, കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കുട്ടിക്കാനം. കുറേ കാലങ്ങളുടെ ആഗ്രഹമാണ് കുട്ടിക്കാനത്തൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റണമെന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊരു നല്ലൊരു അവസരമാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് എന്നാണ് ഈ ചിത്രത്തിൻ്റെ പേര്. കോട്ടയംകാരനായ പ്രശസ്തനായ സംവിധായകൻ ജോഷി മാത്യുവിൻ്റെ സംവിധാനത്തിലുള്ള ചിത്രമാണിത്. ഇത് ഞാനിവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിൽഡ്രൻസ് ഫിലിമാണോ എന്നൊരു ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നുമല്ലേ. ബ്ലാക്ക് ഫോറസ്റ്റും എന്നുള്ള പേരും പിന്നെ ഇതിൽ അഭിനയിക്കുന്ന മേജർ റോൾ ചെയ്യുന്ന 3 കുട്ടികളാണ്. അപ്പോൾ അതിൽ അവരോട് തുല്യം നിൽക്കുന്ന ഒരു വേഷമാണ് എൻ്റെ. ലൂക്ക് എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഈ ലൂക്ക് ഒറ്റവാക്കി പറഞ്ഞ ഒരു അര വട്ടുള്ള ആളാണ്. കാരണം പുള്ളിക്ക് മനുഷ്യരുമായിട്ട് വലിയ സഹവാസമില്ല. അതുകൊണ്ട് വനത്തിൽ ഒരു ബംഗ്ലാവിൽ പുള്ളി ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അവിടെ പുള്ള സഹവാസികൾ എന്നൊക്കെ പറയുന്നത് മൂർഖം പാമ്പും പുലിയും കടുവയും ആനയൊക്കെയാണ്. ഇതൊക്കെ ചില ഐറ്റംസൊക്കെ ഈ സിനിമയിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രത്യേക മാനറിസം ഒക്കെ ഉള്ള ഒരു കഥാപാത്രമാണ്. നമ്മൾ സ്ഥിരം എപ്പോഴും ശ്രദ്ധിക്കാറുള്ള പോലെ കുറച്ച് വ്യത്യാസമുള്ള ഒരു രീതിയിൽ ഈ കഥാപാത്രത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഈ ചിത്രം ഒരു വളരെ നല്ല മെസ്സേജ് ഉള്ള ഒരു സിനിമയാണ്. കുട്ടികളുടെ ചിത്രം എന്ന് പറയുമ്പോൾ അതിനകത്ത് കുട്ടികൾക്ക് മാത്രമുള്ളൊരു സിനിമയല്ല. ഇത് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇത് നല്ല വിഷ്വൽ ബ്യൂട്ടിയുള്ള സിനിമയാണ്. കാടും മലയും പുഴയും മൃഗങ്ങളും ഒക്കെ ആയിട്ടുള്ള വളരെ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും ഈ സിനിമ. എനിക്ക് ജോഷിയേട്ടൻ്റെ മകനായ സുദീപ് ജോഷിയാണ് ഇതിൻ്റെ കോ ഡയറക്ടർ. നല്ല ടെക്നീഷ്യൻസാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ മേക്കപ്പ് പട്ടണം റഷീദ്, അദ്ദേഹം ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 2-3 കൂടെ അടുപ്പിച്ച് ചെയ്യുകയാണ്. ഒന്ന് അർദ്ധനാരി എന്ന് പറയുന്ന എൻ്റെ അഭിനയ ജീവിതത്തിൽ തന്നെ ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന ഒരു കഥാപാത്രമായിരുന്നു. അർദ്ധനാരിയിലെ ഹിജഡ മഞ്ജുള,
അദ്ദേഹമാണ് മേക്കപ്പ് ചെയ്തത്. അതിനുശേഷം കുക്കിലിയാർ എന്നൊരു സിനിമയിൽ അദ്ദേഹം മേക്കപ്പ് ചെയ്തു. ഇപ്പോൾ വീണ്ടും അടുപ്പിച്ചത് 3ാമത്തെ സിനിമയാണ്. പിന്നെ സംഗീതം മോഹൻ സിത്താരയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ക്യാമറമാൻ മലയാള സിനിമയിലേക്ക് എത്തുന്നു. നമ്മുടെ ഈ ചിത്രത്തിൻ്റെ ക്യാമറമാൻ സുരേഷ്. അസൽ വർക്കായിരിക്കും സുരേഷിൻ്റെ ഈ പടത്തിലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം പുതിയ ഒരു യുവതരംഗം വരുന്ന ഒരു സമയമാണ് മലയാള സിനിമ മൊത്തം. അപ്പോൾ ആ കൂട്ടത്തിൽ സുരേഷും വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമയായിരിക്കും ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് ഞാൻ കരുതുന്നു. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, അബാലവൃദ്ധം ആൾക്കാർക്കും കണ്ടു രസിക്കാവുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു നല്ല ചിത്രത്തിൽ സഹകരിക്കാനുള്ള അങ്ങേറ്റത്തെ ഒരു ഭാഗ്യമുണ്ടായതിൽ സന്തോഷിക്കുന്നു. ഏത് ചിത്രം എടുത്താലും അതിന് നല്ലൊരു പ്രൊഡ്യൂസറും കൂടി ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് നല്ല മനസ്സുള്ള പ്രൊഡ്യൂസറും കൂടി ഇല്ലെങ്കിൽ ആ ചിത്രം ഒരിക്കലും നന്നാവില്ല. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ വേറൊരു വലിയ ഭാഗ്യമാണ്, പുതിയ പ്രൊഡ്യൂസറാണ്. മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു സിനിമ നിർമ്മിക്കുന്നത്. സോമ ക്രിയേഷൻസിൻ്റെ ബാനറിൽ ബേബി മാത്യു സോമതീരമാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ഊർജ്ജസ്വലമായ ഒരു സഹകരണം ഈ ചിത്രത്തിലുണ്ട്. അല്ലെങ്കിൽ ഇതുപോലൊരു കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള സിനിമയാണിത്. ഒരുപാട് കാട്ടിലും മേട്ടിലും ഞങ്ങൾ ഒരുപാട് ഭയങ്കര ഇതുവരെ ഒരു സിനിമയും ഷൂട്ട് ചെയ്യപ്പെടാത്ത ചില ഹൈറ്റിലൊക്കെ ഞങ്ങൾ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും അദ്ദേഹം സഹകരിച്ച് ഞങ്ങളോടൊപ്പം ഉണ്ട്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് കുട്ടിക്കാനത്ത് ഈ ചിത്രം മുന്നേറുന്നു. എനിക്ക് 1-2 ദിവസത്തിൽ ഇവിടുത്തെ ഷൂട്ടിംഗ് കഴിയും. ബാക്കിയുള്ള ദിവസങ്ങൾ അങ്ങേരെ നന്നായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ ചിത്രത്തിൻ്റെ എല്ലാവിധ വിജയത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. സോമ ക്രിയേഷൻ്റെ ബാനറിൽ ശ്രീ ജോഷി മാത്യു സംവിധാനം നിർവഹിക്കുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ സിനിമ കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു സിനിമയാണ്. അവർക്ക് ഇഷ്ടപ്പെടുന്ന, അവരുടെ മനസ്സിലുള്ള, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു കഥ പറച്ചിലും അവർക്ക് കാണാൻ തോന്നുന്ന രീതിയിലുള്ളൊരു വിഷ്വലൈസിംഗ് ഒക്കെയാണ് ഈ സിനിമയിലുള്ളത്. ഇതിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ശിവൻ എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഗാർഡാണ്. ഈ ശിവൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത, ഇദ്ദേഹത്തിന് സ്വന്തം ജോലിയോട് യാതൊരു താല്പര്യവുമില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് മറ്റു പല കാര്യങ്ങളിലുമാണ് താല്പര്യം. അതുപോലെ ഈ കഥയുമായി വളരെയധികം ബന്ധമുള്ള ഒരു ക്യാരക്ടറാണ് ഈ ശിവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ശിവൻ്റെ കഥാപാത്രത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥയുമായി ഈ ശിവനുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ നിങ്ങളോട് പറയുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് കുട്ടികളുമായി തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ കഴിയുന്ന നല്ലൊരു സിനിമയായിരിക്കും ബ്ലാക്ക് ഫോറസ്റ്റ്. ഇപ്പം ഒരു സോങ്ങിൻ്റെ ഒരു മൂഡിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. കുട്ടികളും ഈ കാട്ടിൽ വന്ന് ചേരുന്ന കുട്ടികളാണ്. പിന്നെ അവർ ഈ കാടുമായിട്ട് കൂടുതൽ അടുത്തിടപഴകുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനുള്ള വളരെ മനോഹരമായൊരു സോങ്, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നല്ല കേൾക്കാൻ രസകരമായൊരു സോങ്ങാണ്. അതിൽ ഞങ്ങളെല്ലാവരും വരുന്നുണ്ട്, ഞാനും വരുന്നുണ്ട്. കുറച്ച് ഡാൻസും കുറച്ച് പാട്ടും ഒക്കെ ആയിട്ട് ഈ പാട്ടിൽ ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായിരിക്കും ഇത്, ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഇത്. സോമ ക്രിയേഷൻസിന് വേണ്ടി ബേബി മാത്യു സോമതീരം നിർമ്മിച്ച് ജോഷി മാത്യു സാറ് സംവിധാനം ചെയ്യുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്ന പടത്തിന്റെ ലൊക്കേഷനിൽ നിന്നുമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ തേക്കടിയിൽ മനോഹരമായ ഈ കാടിന്റെ പശ്ചാത്തലത്തിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വേഷം കാണുമ്പോൾ തോന്നുന്ന പോലെ തന്നെ ഒരു ആദിവാസി ഒരു ക്യാരക്ടറാണ് ഈ പടത്തിൽ. ഇറയപ്പൻ എന്ന പേരായ ഒരു ക്യാരക്ടർ. വളരെ മനോഹരമായിട്ട് പ്രകൃതിയുടെ പല ഭാവങ്ങളും രൂപങ്ങളും ഈ പടത്തിലൂടെ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും. കുട്ടികൾ തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ ഒരു കഥയാണിത്. നാട്ടിലെ കുട്ടികളും കാട്ടിൽ നിന്നുള്ള ഒരു കുട്ടിയും തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ വളരെ നല്ല രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. തേക്കടി, പീരുമേട്, രാമക്കൽമേട്, അങ്ങനെ വളരെ മനോഹരമായിട്ട് ഇന്നുവരെ സിനിമയിൽ വരാത്ത ചില ലൊക്കേഷൻസിലെല്ലാം ഈ ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഫിലിം നന്നായി വരുമെന്നാണ് പ്രതീക്ഷ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും അനുഗ്രഹവും വേണം. താങ്ക് യു. ഞാൻ അവതരിപ്പിക്കുന്ന ഇറയപ്പൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഭാര്യയെ വേഷം ചെയ്യുന്നത് മീരാനന്ദനാണ്. പിന്നെ നമ്മുടെ ചേതൻ എന്ന് പറയുന്ന കുട്ടിയാണ് ഞങ്ങളുടെ മകനായിട്ട് അഭിനയിക്കുന്നത്. ഞങ്ങളുടെ ഒരു കൊച്ചു കുടുംബം, ഞങ്ങളുടെ മകനും നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഇപ്പോൾ ആകാശ് എന്ന് പറയുന്ന ഒരു കുട്ടിയും പാർവതി എന്ന് പറയുന്ന 2 കുട്ടികളും, മനോജ് കെ ജാൻ അവതരിപ്പിക്കുന്ന ലൂക്ക് അങ്കിൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ 2 അനന്തരന്മാരായിട്ട് വരുന്ന 2 കുട്ടികളും എന്റെയും മകനും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും കൂടി ഒരു കഥയാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. നമസ്കാരം, ഞാൻ മീരാനന്ദനാണ്. എന്നെ ചിലപ്പോൾ ഈ വേഷത്തിൽ കണ്ടിട്ട് ആർക്കും മനസ്സിലായി ഉണ്ടാവില്ല. എനിക്ക് തന്നെ കണ്ണാടി നോക്കുമ്പോൾ എന്നെ മനസ്സിലാവില്ല സത്യം പറഞ്ഞാല്. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന ഈ സിനിമയുടെ ലൊക്കേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പ്രദേശങ്ങൾ വരുന്നതും ഇതുപോലെയുള്ള ആൾക്കാരെ കാണുന്നതും അവരായിട്ട് നേരിട്ട് സംസാരിക്കണതും ഇവരുടെ ഈ ഒരു ഡിഫറെന്റ് ഭാഷയൊക്കെ കേൾക്കണതൊക്കെ ആദ്യമായിട്ടാണ്.
ആ ഭാഷ സംസാരിക്കുകയാണ് ഞാൻ ഈ സിനിമയിലൂടെ. അത് നമ്മുടെ മലയാളികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ ഈ ഒരു അന്തരീക്ഷം ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇതിന്റെ ഒപ്പം ചെയ്യുന്ന ലോക്പാൽ എന്ന് പറയുന്ന മൂവിയിലെ ജെയിൻ എന്ന് പറയുന്ന ക്യാരക്ടർ ടോട്ടലി ഡിഫറെന്റ്. അവിടെ ഭയങ്കര എന്താ പറയാ, ജീൻസും ടോപ്പും ഷർട്ട്സും അങ്ങനത്തെ ഒരു പക്ക ഒരു മോഡേൺ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു സിറ്റിയിൽ ജീവിക്കുന്ന ഒരു കുട്ടി എങ്ങനത്തെ വേഷങ്ങൾ ഇടും അങ്ങനത്തെയാണ്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഭയങ്കര ഈ ഒരു ഗെറ്റപ്പില് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ത്രെഡ് ചെയ്യരുത്, ഐബ്രോസ് പ്ലക്ക് ചെയ്യരുത് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് ചെയ്യാണ്. ഇപ്പൊ എന്റെ ലൈഫിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. ആൻഡ് എല്ലാവരുടെയും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആവശ്യമാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം. പിന്നെ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. എല്ലാവരും നീഡ് യുവർ ബ്ലെസ്സിങ്സ്. താങ്ക് യു. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായ ലൂക്ക് എന്ന ക്യാരക്ടർ ചെയ്യുന്ന മനോജ് ചേട്ടൻ്റെ വീട് ശരിക്കും നമ്മൾ പുറമേ നിന്നുള്ള യാതൊരു വസ്തുക്കൾ ഉപയോഗിക്കാതെ കാട്ടിൽ നിന്നും നാട്ടിൽ നിന്നും കിട്ടുന്ന റഫ് ഫുഡ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഫർണിച്ചറുകളെല്ലാം ചെയ്തത്. ആ വീടിൻ്റെ അറ്റ്മോസ്ഫിയറും അതുപോലെ ഒരു വിൻഡ് മില്ല്, പുള്ളി വിൻഡ് മില്ലിലൂടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ തന്നെ സൈക്കിളിലൊരു പമ്പ് സെറ്റ് ചെയ്ത് സൈക്കിൾ ഉപയോഗിച്ചിട്ട് ജലസേചന സൗകര്യം ഏർപ്പെടുത്തുക, അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. അങ്ങനെ ആ വീട് തന്നെ ഒരു കാടിൻ്റെ നടുവിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയുടെ വീടായിട്ട് മാറ്റുവാനായി അതിൻ്റെ കളറ് മൊത്തം അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്തിട്ട് ആണ് ഞാൻ ചെയ്തത്. സാധാരണഗതിയിൽ നമ്മളൊരു സിനിമ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ കുറച്ച് ചിത്രങ്ങൾ വയ്ക്കുക, കുറേ ഫർണിച്ചർ വാരി വലിച്ചിടുക, അങ്ങനെയുള്ളൊരു തലത്തിൽ നിന്ന് മാറിയിട്ട് സ്വന്തമായി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചൊരു സിനിമ തന്നെയാണിത്. എൻ്റെ 2ാമത്തെ ചിത്രമാണിത്. സിനിമാ കമ്പനിക്ക് ശേഷം ഞാൻ ചെയ്യുന്ന ചിത്രമാണ്. ഈ ലൂക്കിൻ്റെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ശരിക്കും ഒരു വിപണിയിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു വസ്തുവും നമ്മളവിടെ ഉപയോഗിച്ചിട്ടില്ല. എല്ലാം ഞാനും എൻ്റെ അസിസ്റ്റൻസും നിർമ്മിച്ചെടുത്ത സാധനങ്ങളാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പല വസ്തുക്കൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ സാധനങ്ങൾ തന്നെയാണ് ലൂക്കിൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ വീടിൻ്റെ നീളൻ വരാന്തയും കാട്ടുമൃഗങ്ങളുമായിട്ട് മാത്രം സഹവാസമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ലൂക്ക് എന്ന ക്യാരക്ടർ. അതിൻ്റെ എല്ലാ സ്ഥലങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ ലൂക്കിൻ്റെ വീടിൻ്റെ അറ്റ്മോസ്ഫിയർ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ലൂക്കിൻ്റെ നിത്യോപയോഗ സാധനങ്ങൾ, മറ്റു വസ്തുക്കൾ എല്ലാം തന്നെ, ഫർണിച്ചർ എല്ലാം തന്നെ ഈ കാട്ടിനുള്ളിൽ ഒറ്റപ്പെട്ടുപോയ ലൂക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ലൂക്ക് തന്നെ നിർമ്മിച്ച വസ്തുക്കളെന്ന് തോന്നിക്കുന്ന വിധത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന സിനിമയുടെ മൊത്തം ഒരു കളർ സ്കീം ഗ്രീൻ, പിന്നെ പ്രകൃതിയാലുള്ള കുറച്ച് നിറങ്ങൾ, മറ്റു കളറുകൾ ധാരാളമായി ഉപയോഗിക്കാതെ പ്രകൃതിയുടെ വർണ്ണങ്ങൾ മാത്രം കൊണ്ടാണ് നമ്മൾ ഈ സിനിമയുടെ ഒരു മൊത്തം കളർ സ്കീം. ഇതിലെ എല്ലാ വസ്തുക്കളും ഇന്നിപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്ന ഈ ആദിവാസി കുടി, അത് ശരിക്കും പ്രതികൂല കാലാവസ്ഥയായിരുന്നു കഴിഞ്ഞ ദിവസമെല്ലാം. ഇവിടെ ശരിക്കും ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അവിടെ ശരിക്കും ഒരു ദിവസമാണ് കിട്ടിയത്. ഇന്നലെ നല്ല മഴയുണ്ടായിരുന്ന കാലാവസ്ഥയിൽ ഇവിടെ ടർപ്പ ഷീറ്റ് വലിച്ചു കെട്ടിയാണ് ഈ ഹട്ടുകൾ ഇട്ടത്. നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു. ഇന്ന് ഷൂട്ട് ചെയ്യേണ്ട ഒരു പ്രത്യേക സാഹചര്യം ഉള്ളതുകൊണ്ട് മാത്രം ഇത് ചെയ്യേണ്ടി വന്നതാണ്.